ഒരുപാട് ചിന്തിപ്പിച്ചതും അതുപോലെ തന്നെ സന്തോഷിപ്പിച്ചതുമായിട്ടുള്ള കാഴ്ചകളാണ് ഞങ്ങളിവിടെ കണ്ടത്. 50ഓളം അമ്മമാർ വളരെ സന്തോഷത്തോടുകൂടി ഒത്തൊരുമയോടുകൂടി ഇവിടെ ജീവിക്കുന്നു. ജനിച്ചു വളർന്ന നാടിനെ പറ്റിയും മക്കളെ പറ്റിയും ഒരുപാട് കഥകൾ അമ്മമാർക്ക് പറയാനുണ്ട്. ഈ അമ്മമാരുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം പഴയ കഥകളെല്ലാം ഇവിടെ വരുന്ന ആളുകളോട് പങ്കുവയ്ക്കുന്നു. ഇവിടെയുള്ള അമ്മമാരിൽ കൂടുതൽ ആളുകളും കിടപ്പ് രോഗികളാണ്. ഇവിടെയുള്ള അമ്മമാരിൽ കൂടുതൽ പേർക്കും നല്ല സാമ്പത്തികവും നല്ല ജോലിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാണ് അവസ്ഥ. ഇവിടെയുള്ള ജീവനക്കാർ ഇവിടെയുള്ള അമ്മമാരെ കാണുന്നത് കൊച്ചു കുട്ടികളെ പോലെയാണ്. അവർ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചാണ് ഇവരെ നോക്കുന്നത്. വളരെ വൃത്തിയായ സാഹചര്യം, വളരെ മനോഹരമായ അന്തരീക്ഷം. ഇവർക്കൊപ്പം ഒരല്പം നേരം നമ്മൾ ചെലവഴിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും നമുക്ക് മറക്കാനാകും. നമ്മൾ കാണാനെത്തുമ്പോൾ ഇവർക്കുണ്ടാകുന്ന സന്തോഷം അത് വളരെ വലുതാണ്. നന്മ നിറഞ്ഞ ഹൃദയങ്ങൾ ഒരുപാട് പേര് ഒരുമിച്ചതുകൊണ്ടാണ് ഈ അമ്മമാർ വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ ആഘോഷകരമാക്കുമ്പോൾ ഇവരെ പോലെയുള്ളവരെ കൂടി ചേർത്ത് പിടിക്കുകയാണെങ്കിൽ വളരെ പുണ്യം നിറഞ്ഞൊരു കാര്യമാണ്. ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ട ഈ മാതാപിതാക്കൾക്ക് നമ്മളാണ് ഏക ആശ്രയം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ട്രയിലുള്ള നവജീവൻ അഭയകേന്ദ്രത്തിലാണ്. നവജീവൻ അഭയകേന്ദ്രം തുടങ്ങിയിട്ട് ഇപ്പോൾ 8 വർഷം പൂർത്തിയായി. ഈ 8 വർഷ കാലയളവിൽ ഒരുപാട് അമ്മമാർക്ക് വലിയൊരു സഹായമായി മാറിയിരിക്കുകയാണ് ഈ ഒരു സ്ഥാപനം. ഉറ്റവരും ഉടയവരും ഉപേക്ഷിക്കപ്പെട്ടതും അതുപോലെ തന്നെ ജീവിത സാഹചര്യം കൊണ്ട് ഒറ്റപ്പെട്ടു പോയതുമായ ഒരുപാട് അമ്മമാരെ ഏറ്റെടുത്ത് സംരക്ഷിച്ചു വരികയാണ് ഈ സ്ഥാപനം. ഞങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഇവിടുത്തെ ജീവനക്കാരുടെ പെരുമാറ്റമാണ്. കാരണം ഇവിടെയുള്ള അമ്മമാർ അമ്മമാരല്ല, ഇവരുടെ മക്കളാണ്. ആ രീതിക്കാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിലാണ് നോക്കുന്നത്. തിരക്കുപിടിച്ച നമ്മുടെ ജീവിതത്തിലെ ഒരു ദിവസമെങ്കിലും ഇവിടെ ചെലവഴിക്കണം. കാരണം നമുക്കുണ്ടാകുന്ന പോസിറ്റീവ് എനർജി ചെറുതല്ല. ഇവിടം കാരുണ്യ തീരത്തിൻ്റെ വലിയൊരു ലോകമാണ്. ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരണം. എല്ലാം നഷ്ടപ്പെട്ട ഇവർക്ക് നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായം നൽകണം. വിവിധ സമയങ്ങളിലായി ഈ അമ്മമാരെ നോക്കാൻ ഏകദേശം 15 സ്റ്റാഫുകൾ ഇവിടെയുണ്ട്. വലിയൊരു പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിൽ നിന്നും സ്വർഗ്ഗഭൂമിയിലെത്തിയ സന്തോഷമാണ് ഇവിടെയുള്ളവർക്ക്. 2016 പ്രവർത്തനം ആരംഭിച്ച ഈ സ്ഥാപനം കുണ്ട്ര കണ്ണനല്ലൂർ റൂട്ടിലെ നെടുമ്പൻ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രത്യേകതകൾ മികച്ച പരിചരണം, മെഡിസിൻ, പോഷകാഹാരങ്ങൾ എന്നിങ്ങനെ ഇവർക്ക് വേണ്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരുടെ പ്രതീക്ഷയുടെ തണലാണ് നവജീവൻ. ഈ അമ്മമാരെ പൊന്നുപോലെ നോക്കുന്ന നവജീവനിലെ പ്രവർത്തകരെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും വലിയൊരു തുകയാണ് ഈ അമ്മമാർക്ക് വേണ്ടി ദിവസേന ചെലവാകുന്നത്. വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ഈ സ്ഥാപനത്തിൻ്റെ സഹായം ലഭിക്കുകയും ചെയ്യും. ഈ സ്ഥാപനത്തിന് വലിയൊരു സപ്പോർട്ട് ആവുകയും ചെയ്യും. കുടുംബത്തോടൊപ്പം ഒരു ദിവസം ഇവിടെ ചിലവഴിക്കുക, നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഇവർക്ക് വേണ്ടി നൽകുക, വലിയൊരു പുണ്യകാര്യം തന്നെയാണ്. മരുന്ന് മറ്റ് പരിചരണങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഏക വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അഭ്യുദയകാംക്ഷികളായ ആളുകൾ നൽകുന്ന നിസ്സീമമായ സംഭാവനകൾ മാത്രമാണ്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് നിങ്ങൾ അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് ഈ അവസരത്തിൽ ചെറുപ്പക്കാരി പൂമുകിൽ കിളിവാതിൽ അടയ്ക്കുകയില്ല, കാമിനി നിന്നെ ഞാൻ മറക്കില്ല, ഉറക്കുവില്ല. ഒരു സിനിമ കണ്ടതാ. കരയാനും പറയാനും മനം നൂറന്നിരക്കാനും നീയെല്ലാരും പോലെ കടലിന്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊല്ലിയണമെന്റെ തമ്പുരാനേ. നേരം തന്നറിയാതെ വീഴയ്ക്കുക നടന്നു, വീർവഴി കാട്ടി എന്റെ വീരകം നീ ഓർത്തു. മന്നവൻ സ്വർഗത്തിൽ നിന്നും ഇടം തന്നു വഴി